ഇന്നലത്തെ ദിവസം തന്നെ നിർണായകമായ മറ്റൊരു കാര്യം ജമ്മുകശ്മീരിൽ നടന്നതാണ്. പഹൽഗാം ഭീകരാക്രമണത്തിലെ സൂത്രധാരൻ ഹാഷിം മൂസ അടക്കം 3 പേരെ വധിച്ച ഓപ്പറേഷൻ മഹാദേവ് സൈന്യം നടപ്പാക്കിയ ദിവസം തന്നെയാണ് ഒരു പക്ഷേ ഈ വിഷയം പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വരുന്നതും അവിടെ ചർച്ച നടക്കുന്നതും എന്നതും ശ്രദ്ധേയമാണ്. ഈ ഓപ്പറേഷൻ മഹാദേവ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഈ നിർണായക ഹാഷിം ഉൾപ്പെടെയുള്ള നിർണായക കുറ്റവാളികളെ എങ്ങനെ കണ്ടെത്തി, എങ്ങനെയായിരുന്നു ഈ ഓപ്പറേഷൻ, അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? ശ്രീജ, സുരക്ഷാ സേനയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. കാരണം അത് 3 ഭീകരരെ വധിച്ചു എന്നതിലുപരിയായി ഈ പഹൽഗാം ഭീകരാക്രമണം, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ മൂസയെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു, സുലൈമാൻ ഷായെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് 22-ാം തീയതി ഏപ്രിൽ 22-ന് 26 പേരുടെ ജീവനെടുത്താണ് പഹൽഗാം ഭീകരാക്രമണം. അതിന്റെ സൂത്രധാരനായിരുന്നു നേരത്തെ പാക് സൈന്യത്തിന്റെ എലൈറ്റ് ഗ്രൂപ്പിലുണ്ടായിരുന്ന സുലൈമാൻ ഷാ. പിന്നീട് ഇയാൾ ലഷ്കർ ഇ തയ്യബയുടെ ഭാഗമാവുകയായിരുന്നു. അപ്പോൾ മൂസയെ കൊലപ്പെടുത്തിയെന്ന് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനി ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം മാത്രമേ സൈന്യത്തിന്റെ ഭാഗത്തുണ്ടാകേണ്ടതുള്ളൂ. ഒപ്പം മറ്റ് 2 ഭീകരരെ കൂടി വധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാൾ കഴിഞ്ഞ വർഷം സോൻമാർഗിൽ 7 പേരെ, ടണൽ നിർമ്മാണത്തിനിടെ 7 പേരെ കൊലപ്പെടുത്തിയതിന് നേതൃത്വം വഹിച്ച ഭീകരനാണ്, അതിന്റെ സൂത്രധാരനാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സുരക്ഷാ സേനയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. ശ്രീജ ചോദിച്ച പോലെ തന്നെ വലിയ ആസൂത്രണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം 14 ദിവസമാണ് ഇവരെ പിടികൂടാനായി, ഇവരെ വകവരുത്താനായുള്ള നീക്കം ആരംഭിച്ചിട്ട് സുരക്ഷാ സേന. പ്രത്യേകിച്ച് ജമ്മു കശ്മീർ പോലീസ് ഈ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ വിവിധ സേനാ വിഭാഗങ്ങൾ ഒത്തൊരുമിച്ചുകൊണ്ടൊരു ദൗത്യമാണ് നടത്തിയത്. പ്രത്യേകിച്ച് ഈ ഭീകരർ തമ്പടിച്ചിരുന്നത് ശ്രീനഗറിലെ മഹാദേവ് പീക്കിലായിരുന്നു, മഹാദേവ് കുന്നുകൾ മുകളിലായിരുന്നു. അവിടെ ഇടതുറന്ന വനപ്രദേശമാണ്, ഭൂമിശാസ്ത്രപരമായ വലിയ വെല്ലുവിളികൾ അവിടെയുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് 2 ആഴ്ച നീളുന്നൊരു ദൗത്യമാണ് ഇവർ നടത്തിയത്. പിന്നീട് അത് ഇന്നലെ കൃത്യമായി നടപ്പാക്കുകയായിരുന്നു. ഇവരുടെ ഈ പ്രദേശമൊക്കെ തന്നെ സൈന്യം വളയുകയും പിന്നീട് ഏറ്റുമുട്ടലിൽ ഈ 3 പേരെ കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. ഇതിൽ നിർണായകമായത് ഇവർ ഉപയോഗിച്ചിരുന്ന ചൈനീസ് സാറ്റലൈറ്റ് ഫോണുകൾ സംബന്ധിച്ച വിവരം ലഭിച്ചു എന്നുള്ളതാണ്. കാരണം അത്തരം വിവരം ഈ മാസം ആദ്യം, ജൂലൈ മാസം ആദ്യം തന്നെ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 14 ദിവസം മുമ്പ് ഈ ദൗത്യം ഓപ്പറേഷൻ മഹാദേവ് ആരംഭിക്കുന്നത്. അതാണ് ഇന്നലെ ഏതായാലും നടപ്പാക്കിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സുരക്ഷാ സേനയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. കാരണം പഹൽഗാം ഭീകരാക്രമണം നടന്നിപ്പോൾ 3 മാസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പോലും പ്രതിപക്ഷമടക്കം പലരും ചോദിക്കുന്ന ചോദ്യമാണ്, രാജ്യത്തെ ജനങ്ങളടക്കം ചോദിക്കുന്ന ചോദ്യമാണ്, എവിടെ ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയവർ, സൂത്രധാരനെന്ന്. അപ്പോൾ അതിന്റെ സൂത്രധാരനെ തന്നെ ഇപ്പോൾ വകവരുത്തിയിരിക്കുകയാണ്. ഏതായാലും ഇന്ന് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് വാർത്താ സമ്മേളനം ഉണ്ടാകും. ഔദ്യോഗികമായി തന്നെ ഈ ഓപ്പറേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ സൈന്യം വിശദീകരിക്കുകയും ചെയ്യും. ശരി, രാകേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.